രണ്ട് പിഞ്ചു മക്കളുടെ വാപ്പയാണ്. രക്ഷിക്കണേ എന്ന് കേണപേക്ഷിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. വിളപ്പിൽശാല ഗവൺമെൻറ് ആശുപത്രിയുടെ ക്രൂരമായ അനാസ്ഥയിൽ പൊലിഞ്ഞത് ഒരു കുടുംബത്തിൻ്റെ തണലാണ്. നെഞ്ചുവേദനയും ശ്വാസമുട്ടലുമായി പുലർച്ചെ 1:30 ആശുപത്രിയിലെത്തിയതായിരുന്നു ബിസ്മിയർ. എന്നാൽ ഗേറ്റ് ഓപ്പണാക്കുന്നതിന് വേണ്ടി തന്നെ മിനിറ്റുകൾ കാത്തു നിൽക്കേണ്ടി വന്നു. അതിനുശേഷവും വേദന കൊണ്ട് പുളഞ്ഞപ്പോഴും കൃത്യമായി ചികിത്സ നൽകാനോ പ്രാഥമിക ശുശ്രൂഷ നൽകാനോ അവിടെയുള്ളവർ തയ്യാറായില്ല എന്നാണ് ഭാര്യ സുബൈദ കണ്ണീരോടെ മാധ്യമങ്ങളോട് പറയുന്നത്. വളരെ വിഷമമായൊരു ന്യൂസാണ് രാവിലെ തന്നെ നമ്മൾ കേട്ടത്. ഒരു കസേരയിലിരുത്തി ചോദ്യങ്ങൾ ചോദിച്ചതല്ലാതെ വേണ്ട ചികിത്സ നൽകാനോ അല്ലെങ്കിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനോ അവിടെയുള്ളവർ തയ്യാറായില്ല. അവസാനം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തപ്പോഴും കൂടെ ഒരാൾ പോകാനോ അതല്ലെങ്കിൽ അതിനു വേണ്ട സഹായങ്ങൾ ചെയ്യാനോ ആരും ഉണ്ടായില്ല. അങ്ങനെ മെഡിക്കൽ കോളേജിൽ എത്തും മുമ്പ് തന്നെ ആ ജീവൻ പിരിഞ്ഞടങ്ങി. എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? കൃത്യസമയത്ത് ഒരു കുത്തിവെപ്പെങ്കിലും നടത്തിയിരുന്നുവെങ്കിൽ ആ മക്കൾക്ക് ആ ഉപ്പയെ നഷ്ടപ്പെടില്ലായിരുന്നു. വളരെ വേദനയോടെയാണ് എല്ലാവരും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. നമ്മുടെ മൂടിക്കെട്ടിയാൽ പോരാ, എല്ലാവരും തുറന്ന് സംസാരിക്കണം. എല്ലാവരും പ്രതികരിക്കേണ്ടതുണ്ട്. കുറ്റക്കാരായവരെ ശക്തമായി ശിക്ഷിക്കേണ്ടതുണ്ട്. അവർക്കെതിരെ നടപടികൾ എടുക്കേണ്ടതുണ്ട്. നമ്മുടെ സംവിധാനങ്ങൾ അവരുടെ മാപ്പ് പറയേണ്ടതുണ്ട്.